നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര നഗരസഭയുടെ കീഴിൽ ഇതൾ 2024 അങ്കണവാടി കലോത്സവം ധന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് രാവിലെ 10 മണി മുതൽ നടത്തുകയുണ്ടായി. കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ SR രമേശ് ഉദ്ഘാടനം നിർവഹിക്കുകയും വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ചെയ്തു. കൊട്ടാരക്കര നഗരസഭയുടെ ജനകീയാസൂത്രണം 2023-24 പദ്ധതി പ്രകാരം അങ്കണവാടികൾക്ക് ഫർണിച്ചർ വിതരണം നടത്തുകയും ചെയ്തു. കാഴ്ചയാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിയുന്നത്. കാരണം കൊച്ചുകുട്ടികളെ ഏറ്റവും കൂടുതൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അംഗൻവാടി ടീച്ചർമാർക്കായിരിക്കും. കാരണം അവർ കൂടുതൽ സമയവും നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയവും അവർ അംഗൻവാടിയിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരുമാണ്. അവരൊരുപാട് സ്നേഹത്തോടെ അവരെ പരിപാലിപ്പിച്ച് ട്രെയിൻ ചെയ്താണ് ഇന്നിവിടെ ഈ കലോത്സവത്തിൽ എത്തിച്ചിരിക്കുന്നത്. സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗനവാടികൾക്ക് വസ്തു വാങ്ങിച്ച് കെട്ടിടം വെക്കുന്നതിനാവശ്യമായുള്ള പ്രവർത്തനവും ഇവിടെയെല്ലാം സ്വന്തമായി വസ്തു വാങ്ങിക്കാൻ വേണ്ടി കഴിയുമോ? അനാവശ്യമായ കുറെ ഫണ്ട് നഗരസഭകൾക്കും ബാക്കി പൈസകൾക്കുണ്ട്. സ്വന്തമായി വസ്തു വാങ്ങിച്ചാൽ നമ്മുടെ നഗരസഭയിൽ 31 അംഗനവാടികളിൽ 11 അംഗനവാടികൾക്കാണ് സ്വന്തമായി കെട്ടിടമുള്ളത്. ബാക്കി കെട്ടിടമില്ലാത്ത എല്ലാ അംഗനവാടികൾക്കും വസ്തുവും കെട്ടിടവും നൽകുന്നതിനാവശ്യമായ പദ്ധതിയും നഗരസഭ ഈ വർഷം വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായി. ഞാനിപ്പോ ഇവിടെ പറയാൻ കാര്യം അംഗനവാടി വർക്കർമാർ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. പ്രദേശത്തെ വാർഡ് കൗൺസിലറും അതുപോലെ നാട്ടുകാരും രക്ഷിതാക്കളും കൂടി ആലോചിച്ചാൽ മാത്രമേ വസ്തു വാങ്ങിക്കാൻ വേണ്ടി കഴിയും. ചിലപ്പോൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാട്ടിൽ നിന്ന് സംഘടിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വർഷം ഏതെല്ലാം അംഗനവാടികൾക്ക് അംഗനവാടിയിലവർ കമ്മിറ്റികൾ മുൻകൈയെടുത്ത് വസ്തു വാങ്ങിക്കുന്നുവോ ആ വസ്തു വാങ്ങിക്കുന്നതിനാവശ്യമായ കുറച്ച് ഫണ്ട് മുനിസിപ്പാലിറ്റി നൽകും. അതുപോലെ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി കെട്ടിടം വെക്കുന്നതിനാവശ്യമായ ഫണ്ട് ഉണ്ടാവും. ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കിമാർക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഈ കലോത്സവവും ഫർണിച്ചർ വിതരണവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. 2024-25 നിങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കും, ഇല്ലയോ? പ്രവേശിക്കത്തില്ലയോ 1ാം ക്ലാസ്സിലേക്ക്? നിങ്ങൾക്ക് അടുത്ത വർഷം ഞങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്കൂളിലെ കുട്ടികളായിരിക്കും. തീർച്ചയായിട്ടും അവിടെ കുറച്ച് കാണാം. ഇന്നത്തെ പ്രോഗ്രാം എനിക്ക് പറയാനുള്ളത് പല അംഗൻവാടികളും വളരെ ഇടുങ്ങിയ സ്പേസ് ഉള്ള അംഗൻവാടികളാണ്. നമുക്ക് ടോയ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് സ്വാതന്ത്ര്യമായിട്ട് ആ ടോയ്സ് കൊണ്ട് കളിക്കാനുള്ള ഒരു സൗകര്യം യഥാർത്ഥത്തിൽ അംഗൻവാടികളിൽ ഇല്ല. അത് 1985 സ്ഥാപിതമായ അംഗൻവാടിയാണ്.